हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപദർശനയോഗം 38-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അർജുനൻ തുടരുകയാണ്. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. മലയാളം. പുരാണനാം പുരുഷനാദിദേവൻ ധരാതലത്തിനു വിശിഷ്ടബന്ധു ധരിത്രിയെങ്ങും നിറയുന്ന തത്വം അറിഞ്ഞിടേണ്ടുന്നതറിഞ്ഞിടുന്നോൻ. ത്വം ആദിദേവ, അങ്ങ് എല്ലാറ്റിനും മൂലകാരണമാകുന്നു, ആദിദേവനാകുന്നു. പുരാണഃ പുരുഷ, പുരാണപുരുഷനാകുന്നു. അസ്യ വിശ്വസ്യ, ഈ വിശ്വത്തിൻ്റെ പരം നിധാനം ത്വം, പരമമായ ആശ്രയം അങ്ങ് മാത്രമാണ്, അങ്ങ് തന്നെയാണ്. വേത്താഹ വേദ്യം ച, അറിയുന്നവനും അറിയപ്പെടേണ്ടതും. പരം ധാമഹ ച ത്വം അസി, പരംധാമവും അങ്ങ് തന്നെയാകുന്നു. അനന്തരൂപ, അനന്തരൂപനായ ഭഗവാനെ, ത്വയാ വിശ്വം തതം, അങ്ങ് ഈ വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്നു. അർജുനൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. ത്വം ആദിദേവ പുരുഷ പുരാണ എന്നാണ്. എല്ലാറ്റിനും മൂലകാരണം അങ്ങാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ബ്രഹ്മാവിന് പോലും ആദികാരണമാണ് അങ്ങ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാറ്റിനും മൂലം അങ്ങ് തന്നെയാണ് എന്നുറപ്പിക്കുകയാണ്. മാത്രമല്ല പുരാണ പുരുഷനാണ്, എത്രയോ പണ്ട് തൊട്ടേ ഉള്ളതാണ്. പുരുഷ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മളൊരു അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുരാണ പുരുഷനാണ്, ഏറ്റവും ആദ്യം തന്നെ ഉണ്ടായ എന്ന് പറയാം. അങ്ങനെയുള്ള പുരുഷനാണ് അങ്ങ്. എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്നവനാണ്, വ്യാപരിച്ചിരിക്കുന്നവനാണ്, പണ്ടേ ഉള്ളതാണ്, സ്വയം പ്രകാശിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള പരമാത്മാവായ അങ്ങ്, ആ അങ്ങയെയാണ് എല്ലാവരും കീർത്തിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പം ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തി പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. സ്വന്തം ക്രിയാശക്തിയുമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് അത് സൃഷ്ടാവായിട്ട് ബ്രഹ്മാവ് മാറുന്നത്. ഇനി ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം, ഈ വിശ്വത്തിൻ്റെ പരമാധിഷ്ഠാനം അങ്ങ് തന്നെയാണ്. വിശ്വം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ദ്രിയ മനോബുദ്ധികൾ വഴി നാം കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ വിഷയങ്ങളുടെ വിചാരങ്ങളുടെയും ഒക്കെ ആകത്തുകയാണ് വിശ്വം. ശരീരം, മനസ്സ്, ബുദ്ധി ഇതെല്ലാമാണ് ഇതിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. അപ്പോൾ ഓരോന്നും എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ജഡവസ്തുക്കളാണ്. പക്ഷേ സചേതനങ്ങളായിട്ട് കാണപ്പെടുന്നത് ആ ആത്മാവിൻ്റെ ഒരു ചൈതന്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇപ്പം നമ്മളുടെ കയ്യ്, കാല് അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ടാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജഡമായിട്ട് ഇരിക്കുന്ന ഒരു വസ്തുവാണ്. അതിൽ ജീവൻ വരുമ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ വസ്തുക്കളും അല്ലേ, ഓരോന്നിൻ്റെയും കാരണഭൂതമായിട്ടുള്ള ആധാരം ഏതാണെന്ന് നമ്മൾ ഒരു ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയവും കൂടെ പ്രവർത്തിച്ചിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് നിലനിൽക്കുന്നത്. അത് ശരിക്കും ശരീരം എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കുമ്പോൾ ശരീരം ഒരു ജഡവസ്തുവായിട്ട് മാറുന്നു. അപ്പോൾ അതിലേക്ക് ഈ ചൈതന്യം വരുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോഴാണ് അത് സചേതനമായിട്ട് മാറുന്നത്. അപ്പോൾ ആത്മാവാണെങ്കിൽ നിർവികാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാറ്റമില്ലാതെ തുടരുന്നവനാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേ എടുത്തിട്ടുള്ള ഉദാഹരണത്തിൽ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് പേടിക്കുന്നത് പോലെ അതിനെപ്പറ്റി മനസ്സിലാക്കാതെയാണ് നമുക്ക് ഭയം വരുന്നത് അല്ലേ.
അപ്പോൾ ആ പാമ്പ് നമ്മളെ ചലിക്കുന്ന പോലെ തോന്നുന്നു. ഇതിനൊക്കെ നിദാനം ആ കയറാണ്. ആ കയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പാമ്പെന്ന് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ പാമ്പില്ല, പാമ്പ് ശരിക്കും ഇല്ല അവിടെ. പക്ഷെ നമ്മൾക്ക് ആ കയറ് നമ്മളെ എന്താക്കുന്നു, പാമ്പായിട്ട് നമ്മൾ സങ്കല്പിക്കാൻ വേണ്ടി നമ്മുടെ മനോബുദ്ധികൾ അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയറിൽ നിന്നാണ് ഈ പാമ്പിൻ്റെ ഒരു രൂപം. അപ്പോൾ അധിഷ്ഠാനം എന്താണ്? കയറാണ്. ആ കയറിൽ നിന്നാണ് നമുക്ക് ഈ വികാരങ്ങളൊക്കെ തോന്നിയത്. പാമ്പാണെന്നും അത് ഇളകുന്നുണ്ടെന്നും അടുത്ത് ചെന്ന് വസ്തുനിഷ്ഠമായിട്ട് അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് പാമ്പല്ല, അത് യഥാർത്ഥത്തിൽ ഒരു കയറാണ്. അതുപോലെ ഈ വിശ്വം നിലനിൽക്കുന്നു. അപ്പോൾ അത് എന്തിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്? ആത്മാവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പരമാത്മാവ്, ഈ സാക്ഷാൽ പരമാത്മാവിലാണ് ഈ വിശ്വം കയറിൽ പാമ്പിനെ തോന്നിക്കുന്ന പോലെ നിലനിൽക്കുന്നത്. വിശ്വം അത്രയേ ഉള്ളൂ. ഈ പരമാത്മാവിൽ ഇപ്പോൾ കയറിൽ പാമ്പിനെ തോന്നുന്ന അതേപോലെ തന്നെ ഈ വിശ്വം അവിടെ നിലകൊള്ളുന്നു. ഇനി വേത്താസി വേദ്യം ച പരം ച ധാമ എന്നാണ്. അറിയുന്നവനും അറിയേണ്ടവനും അല്ലെങ്കിൽ പ്രാപിക്കേണ്ടതും എല്ലാം അങ്ങ് തന്നെയാണ്. ആരെക്കുറിച്ചാണോ നമുക്ക് അറിയേണ്ടത് ചോദിച്ചാൽ ഭഗവാനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. ഈ വിശ്വത്തിൻ്റെ ആശ്രയസ്ഥാനം അങ്ങ് തന്നെയാണ്. അർജുനനെ എന്തെല്ലാം പറഞ്ഞ് വാഴ്ത്തിയിട്ടും മതിയാവുന്നില്ല. കാരണം എന്താണ്? അർജുനൻ ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന. അപ്പം നമ്മളും അതേലെ എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് എത്ര ആളോട് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതേപോലെ അർജുനൻ ഉറക്കങ്ങനെ വിളിച്ചു പറയാണ്, നോക്കൂ ഭഗവാന്റെ മഹിമ നോക്കൂ, അങ്ങ് തന്നെയാണ് എല്ലാം 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 അങ്ങ് തന്നെയാണ്. വേത്താഹ വേദ്യം ച എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ജഡവസ്തു ആണെങ്കിൽ അതിൽ ജീവനില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾക്ക് അതിനെ പറ്റിയിട്ടൊന്നും തന്നെ അറിയാനാവില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ ആത്മാവിനെയാണ് വേത്ത എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സാക്ഷാത്കരിക്കേണ്ട തത്വവും അത് തന്നെയാണ്, വേദ്യം. അപ്പോൾ നമ്മുടെ അറിവ് ഇപ്പം നമുക്കുള്ളതെല്ലാം ബാഹ്യവസ്തുക്കളെക്കുറിച്ചുള്ള അറിവാണ്. അതിൽ നിന്നെല്ലാം മാറി അതിൽ നിന്നെല്ലാം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ആത്മാവിൽ കേന്ദ്രീകരിച്ച് സാക്ഷാത്കാരം നേടുന്നതാണ് ആത്മസാക്ഷാത്കാരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിത്തം നിശ്ചലമാവും. ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ അധികം തുറന്നു വിടാതിരുന്നാൽ, ഒട്ടും തന്നെ തുറന്നു വിടാതിരുന്നാൽ നമ്മളുടെ ചിത്തം നിശ്ചലമാവും. അപ്പം നമുക്കൊരു പരമാനന്ദം കൈവരും. അതാണ് ആത്മാനുഭൂതി. അപ്പം ജ്ഞാതവ്യമായ, അതായത് നമ്മൾക്ക് അറിയേണ്ട പരമതത്വം അങ്ങ് തന്നെയാണ്. പരമപദവും അങ്ങ് തന്നെ. പരം ച ധാമ, ഇതെല്ലാം അങ്ങ് തന്നെയാണ്. എത്ര പ്രകീർത്തിച്ചിട്ടും മതിയാവുന്നില്ല അർജുനനെ. വീണ്ടും വീണ്ടും തുടരുക തന്നെയാണ്. അനന്തരൂപനായ ഭഗവാനെ, ജഗത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് അങ്ങ്. ഇപ്പം നമ്മൾ മിഠായിൽ എവിടെയാണ് മധുരം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും മധുരമുണ്ടല്ലേ. അപ്പോൾ ഈ ജഗത്തിന് നിലനിൽക്കണമെങ്കിൽ ഒരു അധിഷ്ഠാനം വേണം. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അതിനെ ചുറ്റിയാണ്, അല്ലെങ്കിൽ ആ അധിഷ്ഠാനത്തിൽ കൂടെ മാത്രമേ ഈ ജഗത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന്. ആ അധിഷ്ഠാനം ആരാണ്? ബ്രഹ്മമാണ്. അപ്പം ബ്രഹ്മം എല്ലാറ്റിലും വ്യാപിച്ച് നിലകൊള്ളുന്നു. ഇതിനെ പറ്റിയിട്ട് ഒരു കഥയുണ്ട് ശരിക്കും, അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഒരു ഗുരുനാഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു 10 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഭഗവാന്റെ സർവ്വവ്യാപിത്വം, ഭഗവാൻ എല്ലാ സ്ഥലത്തും വ്യാപിച്ച് കിടക്കുകയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പരമാത്മാവ് എല്ലാറ്റിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവൻ്റെ പുണ്യപാപങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായോ എന്ന് ഗുരുവിനൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. ഈ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ച് എല്ലാവർക്കും ഓരോ പഴം കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എല്ലാവരും ഈ പഴം കഴിച്ചോളൂ, ആരും കാണാതെ വേണം കഴിക്കാൻ, ആരും തന്നെ കാണാതെ ഈ പഴം കഴിച്ച് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഗുരുവാക്യല്ലേ, എല്ലാവരും അനുസരിക്കാമെന്ന് വിചാരിച്ചു. ഒരാൾ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു കോട്ടയിൽ പ്രവേശിച്ച് അവിടെ വാതിലടച്ച് ആരും കാണുന്നില്ല, എല്ലാ വാതിലും അടച്ചിട്ടുണ്ട്. പഴം ഭക്ഷിച്ചു.
വേറൊരാളെ ഒരു കാട്ടിൽ ചെന്ന് കൊടുങ്കാട്ടിലാണ്, അവിടെ ആരും കാണുന്നില്ല എന്ന് നിശ്ചയിച്ച് പഴം തിന്നു. ഇനി വേറൊരാൾ ഒരു വൃക്ഷത്തിൻ്റെ പിന്നിൽ നിന്ന് ഭക്ഷിച്ചു. ഇനി ഒരാൾ വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിനടിയിലാവുമ്പോൾ ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ പഴം കഴിച്ചു. അങ്ങനെ എല്ലാവരും അവനവൻ്റെ സാമർഥ്യപ്രകാരം പഴം കഴിച്ചു. 9 പേരും തന്നെ ഇങ്ങനെ പഴം കഴിച്ചു. ഒരാൾക്ക് മാത്രം ഒരു ചെറിയൊരു സംശയം, അയാൾ മാത്രം കഴിക്കാതെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, അയ്യോ ഗുരു, എനിക്ക് അങ്ങയുടെ ആജ്ഞ പാലിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. ആരും കാണാതെ കഴിക്കാനുള്ള ഒരു സ്ഥലവും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ എല്ലാ സ്ഥലത്തും നടന്നു നോക്കി, പക്ഷേ എല്ലാ സ്ഥലത്തും ചരാചരങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അതിലെല്ലാറ്റിലും ഭഗവാനെയും കാണുന്നു ഞാൻ. അപ്പോൾ ആ ഭഗവാൻ അല്ലെങ്കിൽ ആ പരമാത്മാവ് നോക്കി നിൽക്കെ ഞാൻ എങ്ങനെയാണ് പഴം കഴിക്കുക എന്ന്. അപ്പോൾ ഇങ്ങനെ ശിഷ്യൻ പറഞ്ഞപ്പം ഗുരുദേവൻ മറ്റുള്ള ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും മൂഢന്മാരാണ്. ഞാൻ പറഞ്ഞു തന്ന തത്വം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിവുണ്ടായില്ല. നിങ്ങൾ ഭാഗ്യമില്ല. കാരണം ഈശ്വരനില്ലാത്ത സ്ഥലം എവിടെയുമില്ല. സർവ്വവ്യാപിയാണ് ഈശ്വരൻ, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ആരും കാണാതെ പഴം കഴിച്ചു എന്ന് പറയുന്നത് നുണയല്ലേ? നിങ്ങളെങ്ങനെ കഴിച്ചു? അങ്ങനെ എന്തെങ്കിലും ചരാചര ഈവൻ ചെടികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ചുറ്റും. അതിലെല്ലാം ആരുമുണ്ട്? ഭഗവാനുമുണ്ട്. അപ്പോൾ ഭഗവാൻ കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം. നിങ്ങൾ ആരും കാണാതെ പഴം കഴിച്ചു എന്ന് പറയണത് തെറ്റാണ്. അതുകൊണ്ട് അതാണ് യഥാർത്ഥ തത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് ഗുരു പറഞ്ഞു. ആ തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കും ഈ എല്ലാ ജീവരാശികളിലും അല്ലെങ്കിൽ എല്ലാ ചുറ്റും കാണുന്ന എല്ലാറ്റിലും, എല്ലാ ചരാചരങ്ങളിലും, ജീവനുള്ള ചരാചരങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ ദയ തോന്നും. എല്ലാറ്റിനോടും, മൃഗങ്ങളായാലും പ്രാണികളായാലും എന്തായാലും. അല്ലെങ്കിലോ നമ്മൾക്ക് അതെല്ലാം നികൃഷ്ടമായിട്ട് തോന്നും. അപ്പം നമ്മൾക്ക് നമ്മളുടെ തന്നെ അവയവങ്ങൾ എടുത്താൽ മതി. ആരും പരസ്പരം കലഹിക്കുന്നില്ല അല്ലേ? കൈ ഒരിക്കലും കാലിനോട് കലഹിക്കില്ല, കാലൊരിക്കലും ഒരു കാല് മറ്റേ കാലിനോട് കലഹിക്കില്ല, കണ്ണുകൾ കലഹിക്കില്ല, മൂക്ക് വേറെന്തിനോടെങ്കിലും കലഹിക്കില്ല. അങ്ങനെ നമ്മളുടെ ഓരോ അവയവങ്ങളെടുത്ത് തന്നാൽ അവരൊന്നും പരസ്പരം കലഹിക്കുന്നവരല്ല. പക്ഷേ നമ്മളെങ്ങനെയാണ്? നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും കലഹിക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഓരോ അവയവങ്ങൾ പോലും വളരെ ഐക്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലും നാനാവിധമായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് നാനാത്വത്തിൽ ഏകത്വം ദർശിക്കലാണ്. ഈ ലോകത്തിലുള്ള നാനാത്വത്തിൽ ഏകത്വം ദർശിക്കലാണ് നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. ഇനി 39ാമത്തെ ശ്ലോകം. വായുർ യമോ അഗ്നി വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. മലയാളം. യമൻ ശശാങ്കൻ വരുണൻ മരുത്തും പ്രജാപതി വന്നി പിതാമഹൻ നീ നമിച്ചിടാം നിന്നെ സഹസ്രവാരം നമിച്ചിടുന്നേനിത വീണ്ടും. വായുഹു, ഭഗവാൻ ആരൊക്കെയാണെന്ന് പറയാണ്. വായുഹു യമഃ അഗ്നിഹി വരുണഃ ശശാങ്കഃ പ്രജാപതിഃ. വായു, യമൻ, അഗ്നി, വരുണൻ, ചന്ദ്രൻ, പ്രജാപതി ഇതെല്ലാം അങ്ങ് തന്നെയാണ്. പ്രപിതാമഹശ്ച, പ്രപിതാമഹനും അങ്ങാകുന്നു. തേ സഹസ്രകൃതഃ, അങ്ങയ്ക്ക് 1000 നമോ നമഃ, കോടി നമസ്കാരം എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ 1000 നമസ്കാരം. പുനഃ ച ഭൂയഃ അഭി, വീണ്ടും തേ നമോ നമഃ അസ്തു, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയുടെ എല്ലാ കഴിവും എനിക്കിപ്പോൾ മനസ്സിലായി. ഇനി ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ വൈഭവങ്ങളും എനിക്ക് മനസ്സിലായി. ഇനി ഒന്നുമില്ല. അങ്ങയുടെ
മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു. ഇതെല്ലാം അങ്ങ് തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ വായു, യമൻ, അഗ്നി ഇതൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ഉപാസനാമൂർത്തികളായിരുന്നു. പഴയ കാലത്തെ ആൾക്കാരുടെ ഉപാസനാമൂർത്തികളായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലേ, സൂര്യനെയൊക്കെ വന്ദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് നല്ലതാണ്. കാരണം അവരെല്ലാം ഈശ്വരനാണ് അല്ലെങ്കിൽ ഭഗവാനാണെന്ന് ഭഗവാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അർജുനന് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങയുടെ മുന്നിലും പിന്നിലും എല്ലാം, എല്ലാ സ്ഥലത്തും എങ്ങനെയും ഞാൻ വീണ്ടും 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 നമസ്കരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ കോടി കോടി നമസ്കാരം എന്ന്, അതേപോലെ അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അപ്പം പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടും തങ്ങി നിൽക്കുന്നതാണ് അങ്ങ് എന്ന് പറഞ്ഞു. ആ അങ്ങയെ ഈ വിവിധ ദേവതാമൂർത്തികളായിട്ട് വിളങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോന്നും ഭഗവാന്റെ തന്നെ രൂപഭേദങ്ങളാണല്ലോ. അങ്ങനെയുള്ള ദേവദേവനായ അങ്ങയ്ക്ക് 1000 നമസ്കാരം. 1000 എന്ന് പറഞ്ഞാൽ കൃത്യം 1000 നല്ല നമ്പർ, ധാരാളം ആയിരങ്ങൾ. അത്രയ്ക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും അയ്യോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അങ്ങ് തന്നെയാണ് എല്ലാം എന്നെനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം 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 എന്നാണ് അർജുനൻ പറയുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല, വീണ്ടും സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭഗവാനെ. അടുത്ത ശ്ലോകത്തിൽ ഇപ്പം നമ്മൾ 39 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അടുത്ത ദിവസം 40ാമത്തെ ശ്ലോകം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.